നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അകാരണമായി അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ ബന്ധുവോ അല്ലെങ്കിൽ ഒപ്പം ജോലി ചെയ്യുന്നവരോ നിങ്ങളെ വിലകുറച്ച് സംസാരിക്കുമ്പോൾ ആ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കാറുള്ളത്? നെഞ്ചിടിപ്പ് കൂടുകയും ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയും എന്തെങ്കിലും തിരിച്ചു പറയണം എന്ന് തോന്നുകയും ചെയ്യാറില്ലേ? എന്നാൽ പ്രതികരിക്കാൻ കഴിയാതെ ആ അപമാനം ഉള്ളിലൊതുക്കി രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെട്ട് ചിന്തിച്ചു കിടന്നിട്ടുണ്ടോ? തീർച്ചയായും മിക്കവരും ഈ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. നമ്മൾ എത്രത്തോളം നല്ലവരാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്നവരാണെങ്കിലും നമ്മളെ വേദനിപ്പിക്കാനും താഴെത്തട്ടിലേക്ക് വലിച്ചിടാനും എപ്പോഴും ചിലർ ചുറ്റുമുണ്ടാകും. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സാധാരണയായി എന്താണ് ചെയ്യാറുള്ളത്? ഒന്നുകിൽ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ട് വഴക്കിടും, അല്ലെങ്കിൽ സങ്കടപ്പെട്ട് സ്വയം ഒതുങ്ങിക്കൂടും. എന്നാൽ ഈ രണ്ട് പ്രതികരണങ്ങളും നമ്മളെ കൂടുതൽ ദുർബലരാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളെ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടോ അലറി വിളിച്ചുകൊണ്ടോ അല്ല പ്രതികരിക്കേണ്ടത്, മറിച്ച് ബുദ്ധി കൊണ്ടാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഭാരതം കണ്ട ഏറ്റവും മികച്ച തന്ത്രജ്ഞനായ ചാണക്യൻ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്ന് കൃത്യമായി പറഞ്ഞുവെച്ചിട്ടുണ്ട്. ശത്രുക്കളെയും നമ്മളെ വെറുക്കുന്നവരെയും എങ്ങനെ മാനസികമായി തളർത്താം എന്നതിനെക്കുറിച്ച് ചാണക്യനീതിയിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ തന്ത്രങ്ങളാണ് ഇന്ന് നമ്മളിവിടെ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യത്തെ തന്ത്രം മൗനം പാലിക്കുക എന്നതാണ്. ഒരാൾ നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ സമനില തെറ്റണം, നിങ്ങൾ ദേഷ്യപ്പെടണം, അല്ലെങ്കിൽ നിങ്ങൾ കരയണം. നിങ്ങളുടെ ഈ വൈകാരികമായ പ്രതികരണമാണ് അയാളുടെ വിജയം. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ അയാൾക്ക് മനസ്സിലാകും അയാളുടെ വാക്കുകൾ നിങ്ങളെ മുറിവേൽപ്പിച്ചു എന്ന്. അവിടെ അയാൾ ജയിക്കുകയാണ്. എന്നാൽ ചാണക്യൻ പറയുന്നത് ശത്രുവിന്റെ മുന്നിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധം മൗനമാണ് എന്നാണ്. നിങ്ങളെ ഒരാൾ അനാവശ്യമായി കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ചെയ്യുമ്പോൾ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി കുറച്ചുനേരം നിശബ്ദനായി നിൽക്കുക. ഈ നിശബ്ദത അയാളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും. താൻ പറഞ്ഞത് അയാൾ കേട്ടില്ലേ, അതോ അയാൾക്കൊന്നും മനസ്സിലായില്ലേ, അതോ താൻ പറഞ്ഞതിനെ അയാൾ തീരെ വകവയ്ക്കുന്നില്ലേ എന്ന് അപമാനിച്ച വ്യക്തി ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മൗനം അയാളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കും. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ വന്നവനെ നിങ്ങളുടെ നിശബ്ദത ഭയപ്പെടുത്തും. ദേഷ്യം വരുമ്പോൾ സംസാരിക്കുന്നത് പലപ്പോഴും അബദ്ധങ്ങളിൽ ചെന്ന് ചാടിക്കും. എന്നാൽ മൗനം നിങ്ങളെ കൂടുതൽ ചിന്തിക്കാനും കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനും സഹായിക്കും. അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ പരിഹസിക്കുമ്പോൾ തിരിച്ച് മറുപടി പറയാൻ നിൽക്കാതെ ശാന്തമായി മൗനം പാലിക്കുക. രണ്ടാമത്തെ കാര്യം, എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി നിലനിർത്തുക എന്നതാണ്. നിങ്ങളെ അപമാനിക്കുന്ന വ്യക്തിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് നിങ്ങളുടെ പുഞ്ചിരി. ഒരാൾ നിങ്ങളെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുമ്പോൾ നിങ്ങൾ കരയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നതിനു പകരം വളരെ ശാന്തമായൊന്ന് പുഞ്ചിരിച്ചാൽ അതവരെ മാനസികമായി തകർക്കും. കാരണം അവർ ആഗ്രഹിച്ച പ്രതികരണമല്ല നിങ്ങളിൽ നിന്ന് ലഭിച്ചത്. നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ അവർക്ക് തോന്നും അവരുടെ വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു വിലയുമില്ല എന്ന്. ചാണക്യൻ പറയുന്നത് നമ്മുടെ വികാരങ്ങളെ നമ്മൾ തന്നെ നിയന്ത്രിക്കണം എന്നാണ്. നമ്മുടെ സന്തോഷവും സങ്കടവും മറ്റൊരാളുടെ വാക്കുകളിലല്ല ഇരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ സന്തോഷത്തോടെ ജീവിച്ചു കാണിക്കുന്നതാണ് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങളുടെ പുഞ്ചിരി നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. അത് കാണുമ്പോൾ നിങ്ങളെ അപമാനിക്കാൻ വന്നവർ സ്വയം ചെറുതാകുന്നതായി അവർക്ക് തന്നെ തോന്നും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഇത്തരം കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. മൂന്നാമത്തെ തന്ത്രം, അപമാനിക്കുന്നവന്റെ ലക്ഷ്യം തിരിച്ചറിയുക എന്നതാണ്. ഒരാൾ എന്തിനാണ് നിങ്ങളെ അപമാനിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചാണക്യനീതി പ്രകാരം ഒരാൾ മറ്റൊരാളെ അപമാനിക്കുന്നത് അയാളുടെ സ്വന്തം കഴിവുകേടുകൾ മറച്ചുവെക്കാനാണ്. നിങ്ങളെ അപമാനിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് അസൂയയുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അയാളെക്കാൾ മികച്ചവനാണെന്ന തോന്നൽ അയാളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് നിങ്ങളെ താഴ്ത്തിക്കെട്ടി സ്വയം വലുതാണെന്ന് വരുത്താനാണ് അയാൾ ശ്രമിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ അവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ സങ്കടപ്പെടില്ല. കാരണം അവരുടെ വാക്കുകൾ നിങ്ങളുടെ കുറവുകളെയല്ല, മറിച്ച് അവരുടെ തന്നെ അപകർഷതാബോധത്തെയാണ് കാണിക്കുന്നത്. ഒരു വിഡ്ഢി നിങ്ങളെ നോക്കി പരിഹസിക്കുമ്പോൾ അതിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ല. നിങ്ങളുടെ യഥാർത്ഥ വില എന്താണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളെ ഒരിക്കലും ബാധിക്കില്ല. ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക. എന്നാൽ വെറുതെ നിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ അത് അവരുടെ മാത്രം പ്രശ്നമാണെന്ന് കരുതി അവഗണിച്ചു കളയുക. നാലാമതായി ചാണക്യൻ പറയുന്നത് സ്വന്തം യോഗ്യത വർദ്ധിപ്പിക്കുക എന്നതാണ്. വാക്കുകൾ കൊണ്ട് മറുപടി പറയുന്നതിനേക്കാൾ പ്രവൃത്തി കൊണ്ട് മറുപടി പറയുന്നതാണ് എപ്പോഴും നല്ലത്.
നിങ്ങളെ വിലകുറച്ച് കണ്ടവരുടെയും നിങ്ങളെ അപമാനിച്ചവരുടെയും മുന്നിൽ നിങ്ങൾ നൽകേണ്ട മറുപടി നിങ്ങളുടെ വിജയമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഠിനമായി അധ്വാനിക്കുക. നിങ്ങളെ അപമാനിച്ചവരും അവഗണിച്ചവരും നാളെ നിങ്ങളെ നോക്കി അത്ഭുതപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കുക. നിങ്ങളുടെ വിജയം കാണുമ്പോൾ ഇന്ന് നിങ്ങളെ പരിഹസിച്ചവരുടെ വായ താനേ അടയും. ചാണക്യൻ പറയുന്നു, ഒരു വ്യക്തിയുടെ യഥാർത്ഥ ശക്തി അയാളുടെ അറിവും സമ്പത്തും സ്ഥാനവുമാണ്. സ്വയം മെച്ചപ്പെടാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക. നിങ്ങൾ ജീവിതത്തിൽ ഉന്നതങ്ങളിലെത്തുമ്പോൾ നിങ്ങളെ അപമാനിച്ചവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോലും ഭയം തോന്നും. അതാണ് നിങ്ങൾ അവർക്ക് നൽകേണ്ട യഥാർത്ഥ മറുപടി. അല്ലാതെ അവരുടെ നിലവാരത്തിലേക്ക് താഴാൻ ഒരിക്കലും ശ്രമിക്കരുത്. പന്നിച്ചെളിയിൽ കിടന്ന് ഉരുളുമ്പോൾ നമ്മൾ അതിനോട് ഗുസ്തി പിടിക്കാൻ പോയാൽ നമ്മുടെ ദേഹത്തും ചെളിയാകും. പന്നിക്ക് അതിഷ്ടമാവുകയും ചെയ്യും. അതുപോലെയാണ് ചില ആളുകൾ. അവരോട് തർക്കിക്കാൻ നിന്നാൽ നമ്മുടെ വിലയും സമയവുമാണ് നഷ്ടപ്പെടുന്നത്. അഞ്ചാമത്തെ കാര്യം, വിഷലിപ്തമായ ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിക്കുക എന്നതാണ്. ചില ആളുകൾ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവരായിരിക്കും. അവർക്ക് മറ്റുള്ളവരെ കുറ്റം പറയുന്നതിലും അപമാനിക്കുന്നതിലും വലിയ സന്തോഷം ലഭിക്കും. ഇത്തരം ആളുകൾ നിങ്ങളുടെ ഊർജ്ജം നശിപ്പിക്കും. ചാണക്യന്റെ അഭിപ്രായത്തിൽ നമ്മൾ എപ്പോഴും നല്ല ആളുകളുമായി മാത്രമേ സൗഹൃദം സ്ഥാപിക്കാവൂ. ദുഷ്ടന്മാരായ ആളുകളിൽ നിന്ന് എത്രത്തോളം അകലം പാലിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതം സമാധാനപൂർണമായിരിക്കും. നിങ്ങളെ നിരന്തരം അപമാനിക്കുകയും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുകയും ചെയ്യുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് പതുക്കെ അകലുക. അവരോട് വഴക്കിടാനോ ശത്രുതയുണ്ടാക്കാനോ നിൽക്കേണ്ടതില്ല. മറിച്ച് അവരുമായുള്ള സമ്പർക്കം കുറയ്ക്കുക. നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അത് നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുക. നിങ്ങളെ മനസ്സിലാക്കാത്തവരുടെ പിന്നാലെ പോയി സ്വന്തം വില കളയാതിരിക്കുക. ഒരു പാമ്പിനെ കണ്ടാൽ നമ്മൾ വഴിമാറി നടക്കുന്നത് ഭയം കൊണ്ടല്ല, മറിച്ച് വിവേകം കൊണ്ടാണ്. അതുപോലെയാണ് ഇത്തരം ആളുകളിൽ നിന്നുള്ള അകലവും. അത് നിങ്ങളുടെ ബുദ്ധിയാണ് കാണിക്കുന്നത്, അല്ലാതെ ഭയമല്ല. ആറാമതായി ഓർക്കേണ്ടത് എപ്പോഴും ശാന്തമായിരിക്കുക എന്നതാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മനസ്സ് ശാന്തമാക്കി വയ്ക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിജയി. ഒരാൾ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ശാന്തത കൈവിട്ടാൽ അവിടെ നിങ്ങളുടെ യുക്തി നശിക്കും. ദേഷ്യം മനുഷ്യന്റെ ചിന്താശേഷിയെ ഇല്ലാതാക്കും. ചാണക്യൻ പറയുന്നു, ദേഷ്യം ഒരുവന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അപമാനം നേരിടുമ്പോൾ ദീർഘമായി ശ്വാസമെടുക്കുക. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക. ആ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ പ്രതികരണം എന്താണെന്ന് ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക. ചിലപ്പോൾ അവഗണിക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ കൃത്യമായ വാക്കുകളിലൂടെ മറുപടി നൽകേണ്ടിവരും. എന്നാൽ ഏത് പ്രതികരണവും വളരെ വ്യക്തവും ശാന്തവുമായിരിക്കണം. നിങ്ങൾ ശാന്തമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ ഗാംഭീര്യം ലഭിക്കും. കേൾക്കുന്നവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ വില മനസ്സിലാകും. അലറിവിളിച്ചു പറയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തിയുണ്ട് ശാന്തമായി പറയുന്ന വാക്കുകൾക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ശക്തി. ചുരുക്കത്തിൽ പറഞ്ഞാൽ, അപമാനങ്ങളെയും അവഗണനകളെയും നേരിടാൻ വേണ്ടത് വൈകാരികമായ പൊട്ടിത്തെറികളല്ല, മറിച്ച് ബൗദ്ധികമായ സമീപനമാണ്. നിങ്ങളെ അപമാനിക്കുന്നവരോട് ദേഷ്യപ്പെടാതെ മൗനത്തിലൂടെയും പുഞ്ചിരിയിലൂടെയും അവരെ നേരിടുക. അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരോട് സഹതപിക്കുക. സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വലിയ വിജയങ്ങൾ നേടുക. നെഗറ്റീവ് ആളുകളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. എപ്പോഴും മനസ്സ് ശാന്തമാക്കി വയ്ക്കുക. ചാണക്യൻ പറഞ്ഞുതന്ന ഈ ജീവിത സത്യങ്ങൾ പ്രാവർത്തികമാക്കിയാൽ മറ്റൊരാൾക്കും നിങ്ങളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാനോ തളർത്താനോ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിൽ മാത്രമായിരിക്കണം. മറ്റുള്ളവർ എന്തു പറയുന്നുവെന്ന് ചിന്തിച്ച് ജീവിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. സ്വയം വിശ്വസിക്കുക. മുന്നോട്ട് കുതിക്കുക. നിങ്ങളുടെ മൂല്യം നിർണയിക്കുന്നത് നിങ്ങളെ അപമാനിക്കുന്നവരല്ല, മറിച്ച് നിങ്ങളാണ്. വാടിയ പൂക്കളെ കണ്ടാൽ ആരും തിരിഞ്ഞുനോക്കില്ല. എന്നാൽ പൂത്തുനിൽക്കുന്ന മരങ്ങളെ നോക്കി എല്ലാവരും ആസ്വദിക്കും. നിങ്ങൾ പൂത്തുനിൽക്കുന്ന മരമാകണം. കല്ലെറിയുന്നവർ എറിഞ്ഞോട്ടെ, അവർക്ക് നിങ്ങളുടെ ഉയരങ്ങളിലേക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല എന്നോർക്കുക. ഇനിയൊരിക്കലും മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ കേട്ട് നിങ്ങളുടെ കണ്ണുകൾ നിറയാതിരിക്കട്ടെ, നിങ്ങളുടെ തല കുനിയാതിരിക്കട്ടെ. നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങളുടെ വിജയത്തിന്റെ തിളക്കം കൊണ്ട് അന്ധരാക്കുക. ഇതുമാത്രമാണ് അവർക്കുള്ള ഏറ്റവും മികച്ച മറുപടി.